നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ പ്ലാൻ ചെയ്തതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. ഇത്തവണയും ജയ അവൾക്ക് തന്നെ. അവൾ എല്ലാവരോടും ചോദ്യം ചോദിച്ച് ഇരുത്തി കളഞ്ഞില്ലേ? സിദ്ധുവിന് കൊടുത്തോണ്ടിരുന്ന മരുന്ന് കുഴപ്പം പിടിച്ച മരുന്നാണെന്ന് അവള് പറയുമ്പോ എനിക്ക് അവളോട് തർക്കിക്കാൻ പറ്റില്ലല്ലോ. അവൾ ഇതിനിടെ സ്വാമിയച്ഛനായിട്ട് കൺസൾട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് ചിന്തിച്ചില്ല. ഏതായാലും നമ്മൾ സിദ്ധുവിന്റെ മുറിയിൽ വച്ചിരുന്ന മരുന്നുകൾ മുഴുവനും അവൾ എടുത്ത് കളഞ്ഞു. ഇനി സിദ്ധുവിന്റെ ചികിത്സ ദേവിക തന്നെ കൈകാര്യം ചെയ്യും. സ്വാമിയച്ഛൻ പുതിയ മരുന്നുകൾ അയച്ചു കൊടുക്കുമെന്ന് അവള് പറഞ്ഞത്. അത് വച്ച് ദേവിക സിദ്ധുവിന്റെ ചികിത്സ തുടരും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സിദ്ധുവിന്റെ ചികിത്സ കൃത്യമായിട്ട് നടന്നാൽ സിദ്ധുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടും. അവന് ഓർമ്മ തിരികെ കിട്ടിയാൽ നമ്മൾ പിന്നെ പിടിക്കപ്പെടില്ലേ? ഒന്ന് പതുക്കെ പറയടി. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്നും സംഭവിക്കില്ല. നീ വെറുതെ ടെൻഷൻ ആവാതിരിക്കും. ദേവിക പുതിയ മരുന്നുകൾ വരുത്തട്ടെ. ആ മരുന്നുകൾ സിദ്ധുവിന് കൊടുക്കാതിരുന്നാ പോരെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മായേ, ഇപ്പോഴും എല്ലാം നമ്മുടെ കൈപ്പിടി തന്നെയാ. ദേവിക എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അതൊക്കെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇനിയും എന്റെ കയ്യിൽ അടവുകളുണ്ട്. ഇനി നീ പേടിക്കാതിരിക്കേ. സിദ്ധുവിന്റെ രോഗം ഭേദമാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലല്ലോ. അതിന് കിട്ടിയ നല്ലൊരു അവസരമല്ലേ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയത്. അതങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല മായേ. അവളെ, ആ ദേവികയെ ഇപ്പൊ വേണമെങ്കിലും പുറത്താക്കാം. ദേവികയെ മാത്രമല്ല, അവളുടെ അനിയത്തി ഗോപികയും. എങ്ങനെ? ഗോപിക അഞ്ജിതെ തല്ലിയത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ആദ്യം പിടിച്ച് പിടിച്ച് നമുക്കങ്ങ് കയറണം. എടി, എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. എന്താ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ശ്രമിക്കാം. എന്നാ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. മോളെ, ഗോപിക തല്ലിയത് നിനക്ക് നന്നായിട്ട് വേദനിച്ചോ? വേദനിച്ചോന്നോ? കണ്ണിക്കൂടെ പൊന്നിച്ച പറഞ്ഞു. അമ്മാതിരി വേദനയായിരുന്നു. അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നീ ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അതിന് നിനക്ക് കിട്ടിയ പ്രതിഫലം ഇതായി പോയല്ലോ. വലിയ സങ്കടമുണ്ട് മോളെ. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഹരിയേട്ടനും ഉദ്ദേശിച്ചിട്ടില്ല. ഗോപികയും ദേവികയും ഇത്തരത്തിൽ ഈ വീട്ടിൽ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് രണ്ടും കൂടി ഇവിടെ കാണിച്ച ധിക്കാരോ അഹങ്കാരോ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.